ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലാണ് ഡൽഹിയെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു കർഷകരുടെ ട്രാക്ടർ സ്ട്രൈക്ക് നടന്നത്. പുതിയ കാർഷിക നിയമം അനുസരിച്ച് കർഷകർക്ക് ലഭിക്കേണ്ടുന്ന നഷ്ടപരിഹാരങ്ങളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഡൽഹിയെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ട്രാക്ടർ സമരം കർഷകർ നടത്തിയത്. നമ്മൾ ഇപ്പോഴും UK അതിന് സമാനമായ ഒരു കർഷക സമരമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സെൻട്രൽ ലണ്ടനെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഫാമേഴ്സ് നടത്തിയ ഒരു സ്ട്രൈക്ക് ആ ഒരു ലണ്ടൻ വെസ്റ്റ്മിൻസ്റ്റർ ഭാഗം മുഴുവനും അവർ സ്തംഭിപ്പിച്ചു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ചാൻസലറായിരിക്കുന്ന റേച്ചൽ റീവ്സ് കഴിഞ്ഞ അവരുടെ ഫസ്റ്റ് ബജറ്റിൽ ഈ പറയുന്ന ഫാർമേഴ്സിന് ഏകദേശം ഒരു 1 മില്യൺ ആസ്തിയൊക്കെയുള്ള കുടുംബത്തിന് അവർക്ക് കിട്ടുന്ന ഇൻഹെറിറ്റൻസ് ടാക്സ് കൂട്ടുന്നു എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോഴേ ഫാർമേഴ്സ് വലിയ ഒരു സ്ട്രൈക്കുമായിട്ട് മുന്നോട്ട് പോകുന്നത്. UK പുതിയ ഭരണകക്ഷികളായ ലേബർ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഇപ്പോഴേ ജനപ്രീതി ഇടിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴ് ഈ ഒരു ഫാമേഴ്സ് ട്രാക്ടർ സമരം നടത്തിക്കൊണ്ട് അവരിപ്പോഴും വലിയൊരു പ്രക്ഷോഭം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. നമ്മൾ UK ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം നമ്മളുടെയൊക്കെ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സ്ട്രൈക്ക്, അതും സെൻട്രൽ ലണ്ടൻ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു സ്ഥലത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് 100 കണക്കിന് ട്രാക്ടേഴ്സ് കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ ഒരു സമരം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആദ്യമായിട്ട് ആയിരിക്കാം. എന്തായാലും ഈ ഒരു കെയർ സ്റ്റാമറിൻ്റെ ഭരണത്തിനെതിരെ വലിയ രോക്ഷമാണ് ഇപ്പോഴ് വന്നിരിക്കുന്നത്. ഏകദേശം 3 മില്യണോളം ആൾക്കാരാണ് പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കാര്യത്തിൽ ഇപ്പോഴ് ഒപ്പിട്ടിരിക്കുന്നത്. എംപ്ലോയർ നാഷണൽ ഇൻഷുറൻസ് കൂട്ടിയതിൻ്റെ ഭാഗമായിട്ട് UK ചെറുകിട സ്ഥാപനങ്ങൾ മിക്കവാറുമുള്ളതെല്ലാം അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലാണ്. പല കടകളും ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അത് അടഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് ഇപ്പോഴത്തെ തൊഴിൽ നഷ്ടപ്പെടുന്നത്. UK സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഇതുപോലുള്ള നേഴ്സിംഗ് ഹോമുകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും ഇതുപോലുള്ള ചെറിയ ചെറിയ കടകളിലുമൊക്കെയാണ്. കൂടുതൽ ആൾക്കാരും ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു ഇതുപോലുള്ള ചെറിയ ഷോപ്പുകളൊക്കെയാണ്. അപ്പോൾ ആ ഷോപ്പുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറുകിട സ്ഥാപനങ്ങളിലൊക്കെ അധികം വൈകാതെ തന്നെ എല്ലാത്തിനും തന്നെ ലോക്ക് വീഴുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എംപ്ലോയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നാഷണൽ ഇൻഷുറൻസ് കൂട്ടിയതോടുകൂടി അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോഴും മാറിയിരിക്കുന്നു. നേഴ്സിംഗ് ഹോമുകൾ, കെയർ ഹോമുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നെറ്റ് ഇമിഗ്രേഷൻ കൂടിയതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആൾക്കാരെ പുറത്ത് ചാടിക്കാനുള്ള ഒരു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും മിക്കവാറുമുള്ള എല്ലാ നേഴ്സിംഗ് ഹോമുകളിലും ഈ ഒരു റെസിഡൻഷ്യൽ ഹോമുകളിലും എല്ലാം തന്നെ CQCയുടെ ഇൻസ്പെക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കെയർ ഹോമുകളിൽ അവരുടെ ലൈസൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കെയർ ഹോമുകളിൽ ജോലി ചെയ്യുന്ന എത്ര എംപ്ലോയീസ് ഉണ്ടോ അവരുടെ എല്ലാവരുടെയും തന്നെ ജോലി നഷ്ടപ്പെടും. ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള 10, 15, 20 ലക്ഷം രൂപ കൊടുത്ത് ആ ഒരു കെയർ ഹോമിലേക്ക് ഒരു വിസ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരാൾക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടമാണ് ഉണ്ടാകാനായിട്ട് പറയുന്നത്. ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവിടുത്തെ ഒരു ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇന്ന് അല്ലെങ്കിൽ നാളെ വേറൊരിടത്ത് അവർക്ക് ജോലി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഇതേപോലെ തന്നെ ഏജൻസികൾക്ക് പൈസ കൊടുത്ത് വന്നിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വേറൊരു വർക്ക് പെർമിറ്റ് ലഭിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം 2 മാസത്തിനുള്ളിൽ തന്നെ വേറൊരു എംപ്ലോയറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിയമം എന്ന് പറയുന്നത്. ഈ ഒരു 2 മാസത്തിനുള്ളിൽ അവർക്ക് പുതിയൊരു എംപ്ലോയറെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാതെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് അവരുടെ സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ UK കടന്നു പോകുന്നത്. മറ്റൊരു ഭാഗം നമ്മൾ നോക്കുമ്പോൾ ആയിരക്കണക്കിന് സ്റ്റുഡൻസാണ് UK ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള
പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുക. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ വന്നേക്കുന്ന ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെയാണ്. എല്ലാവരും വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പഠിക്കുക, അതിനുശേഷം 2 വർഷത്തെ സ്റ്റേ ബാക്ക് ലഭിക്കും, ആ ഒരു സമയത്ത് ജോലി ചെയ്യുക, അതിനോട് ചേർന്നുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ജോലി കണ്ടുപിടിച്ച് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ സ്റ്റുഡൻസും ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതിൽ വലിയ നല്ല ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ല കോഴ്സുകൾ പോലും പഠിച്ചിട്ടിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് പോലും ഇപ്പോഴൊരു ജോലി കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമാണ് ഇപ്പോഴ് അവർ നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത്. ആ ഒരു നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് പോലും ഒരു ജോലി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാതെ വന്നിരിക്കുന്നു. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അങ്ങനെയൊരു നിയമം ഇല്ല എങ്കിൽ പോലും ഇങ്ങനെ പഠിച്ചിറങ്ങുന്ന, അതായത് നല്ല നല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നല്ല നല്ല കോഴ്സുകൾ എടുത്ത് പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് പോലും ഇവിടെ ഒരു ജോലി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു വർക്ക് പെർമിറ്റ് തരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു വർക്ക് പെർമിറ്റിന് വേണ്ടി പോകുമ്പോൾ അത് ഹോം ഓഫീസ് റിജക്റ്റ് ചെയ്യുകയാണ് സാധാരണ നിലയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ വന്ന് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ പോലും അവർക്കൊരു ജോലി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ വരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു 2 വർഷത്തെ ഇവരുടെ ഒരു സ്റ്റേ ബാക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകേണ്ടുന്ന ഒരവസ്ഥയിലാണ്. മറ്റൊരു എൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ബോട്ടുകളിൽ ഇങ്ങനെ കയറി വരുന്നവരുടെ എണ്ണം വലിയ രീതിയിൽ ഇപ്പോഴും കൂടുന്നു. എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് ഈ വർഷം ഇതുവരെ ഡിസംബർ 4 വരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം 33,973 അഭയാർത്ഥികളാണ്, അസൈലം സീക്കേഴ്സാണ് ഈ ചെറിയ ബോട്ടുകളിൽ ഇപ്പോഴ് ഇതുവരെ ഈ വർഷം ഡിസംബർ 4 വരെ UK എത്തിയിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന അസൈലം സീക്കേഴ്സിനെ നമുക്കറിയാമല്ലോ ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം അതായത് 2023 ടോട്ടൽ ഇവിടെ വന്നിട്ടുള്ള ഇതേപോലൊക്കെ തന്നെ ചെറിയ ബോട്ടുകളിൽ ഇങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു അഭയാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29,090 ആയിരുന്നു. അതിപ്പോഴ് 33,000 കടന്നിരിക്കുന്നു. ഇങ്ങനെ വരുന്ന ആൾക്കാരെ ഇവിടെ വന്നിട്ട് 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെയാണ് ഈ ഗവൺമെൻറ് ഇപ്പോഴും പാർപ്പിച്ചു പോരുന്നത്. അപ്പോൾ അവർക്ക് പുതിയ പാർപ്പിടം കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോഴും യൂസ് ചെയ്യാത്ത നേഴ്സിംഗ് ഹോമുകളും അതേപോലൊക്കെ തന്നെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനുകളുമൊക്കെ ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത കൂടി ഇപ്പോഴും പുറത്ത് വന്നിട്ടുണ്ട്. അതായത് ഇവിടുത്തെ അടഞ്ഞു കിടക്കുന്ന ഈ കെയർ ഹോമുകൾ, നേഴ്സിംഗ് ഹോമുകളും അതുപോലൊക്കെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഫ്ലാറ്റുകളുമൊക്കെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് അവിടെയൊക്കെ ഈ അഭയാർത്ഥികളെ പാർപ്പിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം കൂടി ഇപ്പോഴും പുറത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴ് റീഫോം പാർട്ടിക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് വലിയ രീതിയിൽ ഇപ്പോൾ ഉയർന്നു പോകുന്നുണ്ട്. എന്തായാലും മിക്കവാറും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ വലതുപക്ഷ പാർട്ടികളായ റീഫോം പാർട്ടി അധികം താമസിയാതെ തന്നെ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ തന്നെ UK ഭരണം പിടിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോഴ് നിലനിൽക്കുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് ഇപ്പോഴും സ്റ്റേ ബാക്കിൽ കൂടി കഴിഞ്ഞു പോകുന്നത്. ഇങ്ങനെ വന്നിട്ടുള്ള സ്റ്റുഡൻസിൽ ഒരു 5% ആൾക്കാർക്ക് പോലും ഇവിടെ ഒരു ജോലി കണ്ടുപിടിച്ചൊരു വർക്ക് പെർമിറ്റ് ലഭിച്ച് ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.